ഇറാൻ US ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം ശക്തമാക്കി റഷ്യയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. നാളെ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ പങ്കെടുത്താലും യുദ്ധവിരാമത്തിന് സാധ്യതയില്ല. വെടിനിർത്തൽ നീട്ടുന്ന കാര്യത്തിലും തീരുമാനമായില്ല എങ്കിൽ മേഖല വീണ്ടും സംഘർഷഭരിതമാകും. ആഭ്യന്തരമായി ട്രംപ് അനുഭവിക്കുന്ന പ്രതിസന്ധി ഇറാൻ മുതലെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദീർഘകാല യുദ്ധത്തിന് തയ്യാറെടുത്തതായി IRGCയും ഇന്ന് പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കൽ ഇപ്പോൾ ഗൾഫ് വിപണിക്കും അനിവാര്യമാണ്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അഫ്താബ, വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ഒരാശങ്ക ഗൾഫ് മേഖലയിൽ എത്രത്തോളം ശക്തമാണ്? ഇപ്പോഴത്തെ ഈ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വേഗത്തിൽ അവസാനിക്കൽ അനിവാര്യമാണ്. മലയാളികളടക്കം ഇന്ത്യയുടെ അടക്കം പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ് ഗൾഫ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായ യുദ്ധത്തിലുള്ള ആഘാതം അത് തീരാൻ തന്നെ ഇനിയും മാസങ്ങളോളം വേണ്ടിവരും. അതിനിടയിലാണ് നാളെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇറാൻ എത്തുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേഖലയിലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് റഷ്യയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാനുമായി സംസാരിച്ചിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുമായി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് സംസാരിച്ചിട്ടുണ്ട്. ഇരുവരും നടത്തിയ ചർച്ചയ്ക്കിടയിൽ ഇറാൻ പറഞ്ഞത് പലപ്പോഴും ഈ ചർച്ചയിൽ ഏകപക്ഷീയമായാണ് ട്രംപും US-ഉം നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ റഷ്യ ഈ സംഘർഷം ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങളും സമാനമായ രീതിയിൽ തന്നെ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. കാരണം ഇനിയൊരു യുദ്ധത്തിലേക്ക് വീണ്ടും പോകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മേഖലയിലെ US-ന്റെയും ഗൾഫിന്റെയും എല്ലാം താല്പര്യങ്ങൾ തകിടമറിയുന്ന സാഹചര്യമുണ്ടാകും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായി വലിയ തോതിൽ അദ്ദേഹം സംഘർഷം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് US-ലെ ഗ്യാസ് വിലയിൽ വന്ന വർധന, അതോടൊപ്പം തന്നെ ഓയിൽ വിലയിലുണ്ടായ വർധന, ഇതിനെല്ലാം പുറമെ ആഭ്യന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓഹരി വിപണിയിൽ ഉൾപ്പെടെയുള്ള ഇന്ന് രേഖപ്പെടുത്തിയ തകർച്ച, ഇതെല്ലാം തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ US-ലെ വിരമിച്ച പല സൈനികരും ഇപ്പോൾ പ്രതിഷേധവുമായി ഇറാൻ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ടി നടത്തുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ട്രംപിന് മുമ്പിൽ വന്നിരിക്കുന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിരമിച്ച US-ന്റെ ഒരു ജനറൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വെസ്ലെ ക്ലാർക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1980 മുതൽ US ചെയ്ത യുദ്ധം പോലെയല്ല ഇപ്പോൾ ഇറാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം. ഇത് കുറച്ചുകൂടെ സങ്കീർണമായ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അത് ജയിച്ചെടുക്കുക സാധ്യമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് ഈ യുദ്ധത്തിൽ ഇറാനും ഉപയോഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ടൂൾ. കാരണം ആണവായുധത്തെക്കാൾ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമായി ഹോർമോസ് കടലിടുക്ക് മാറുന്നു എന്നുള്ളതാണ് US-ന്റെ മുൻ ജനറൽ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എത്ര ദിവസം വൈകുന്നുവോ അത്രയധികം ആഭ്യന്തരമായ പ്രയാസങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വരും. ഇത് ഇറാൻ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഹോർമുസ് തുറുപ്പ് ചീട്ടാക്കിക്കൊണ്ടുള്ള ഇറാന്റെ കരുനീക്കങ്ങൾ അത് ഫലം കാണുന്നുണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായും യുദ്ധത്തിൽ കണ്ടതും അതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ 10,000-ഓളം US സൈനികർ മേഖലയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഒന്നാകെ ഏതാണ്ട് 50,000-ഓളം സൈനികർ നിലവിൽ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളിൽ അടക്കമായി US-നുണ്ട്. 4 പ്രധാനപ്പെട്ട പടക്കപ്പൽ അവരുടെ കൈവശമുണ്ട്. പക്ഷേ ഇതൊന്നും ഈ യുദ്ധത്തിന് മതിയാകില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും US സൈന്യം നിലകൊള്ളുന്നത് ഒമാൻ തീരത്തിനും ഒപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായുള്ള അറേബ്യൻ കടലിനും ഇടയിലായിട്ടുള്ള പ്രദേശത്തിനിടയിലാണ്. ഇവിടെ നിന്നും ഹോർമോസിലേക്കുള്ള യാത്രയിലേക്ക് ഇതുവരെ ഈ US സൈന്യം കടന്നിട്ടില്ല. അതിനവർ ആകെ ഉപയോഗിച്ചത് വ്യോമമാർഗമാണ്. കപ്പൽ മാർഗം അങ്ങോട്ട് നീങ്ങുന്നത് ആപൽക്കരമാണ്. അങ്ങോട്ട് കപ്പൽ മാർഗം നീങ്ങാതെ ഈ യുദ്ധം ജയിക്കുകയും US-ന് സാധിക്കുകയില്ല. കാരണം ആ നിലക്കാണ് ആ പ്രദേശത്ത് ഇറാന്റെ ഭൂഘടനയുള്ളത്. ഇത് കൃത്യമായി ഇന്റലിജൻസ് വിവരങ്ങൾ കൂടി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോർമൂസിന് പുറത്ത്
സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന് പുറത്തായി US സൈന്യം നിലയുറപ്പിച്ച് ഇവിടെ നിന്നും ആക്രമണങ്ങൾ നേരത്തെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രമാത്രം നീട്ടിക്കൊണ്ടു പോകാനാകുമോ അത്രമാത്രം നീട്ടിക്കൊണ്ടു പോകാനാണ് ഇറാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് 40 വർഷത്തോളമായി ഉപരോധം സഹിച്ച രാജ്യമാണ്. അവർക്ക് യുദ്ധം നീട്ടിക്കൊണ്ടു പോകൽ അത്ര പ്രയാസകരമായ ഒന്നാകില്ല. പക്ഷേ USA സംബന്ധിച്ചിടത്തോളം എത്ര ദിവസം യുദ്ധം നീളുന്നോ അത്രയും പ്രയാസം വർദ്ധിക്കും. കാരണം പ്രധാനപ്പെട്ട US-ന്റെ സൈനികരെല്ലാം നിലകൊള്ളുന്നത് ഇപ്പോഴും പടക്കപ്പലിന് അകത്താണ്. അത്രയധികം സമയം മാസങ്ങളോളം നീളുന്ന ഒരു യുദ്ധത്തിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നത് ട്രംപ് കുറെ കൂടി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇറാനെ ഈ ചർച്ചയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ്. അങ്ങനെ ചർച്ചയിലേക്ക് എത്തിയാൽ പോലും നാളെ ഒരു പക്ഷേ യുദ്ധവിരാമ കരാറിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. വീണ്ടും ഒരു പക്ഷേ ചർച്ചകളുടെ സൂചനകൾ നൽകിക്കൊണ്ട് വെടിനിർത്തൽ നീട്ടുവാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. ഇനി അഥവാ വെടിനിർത്തൽ ചർച്ചയ്ക്കും ഇറാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ US മാത്രം ഏകപക്ഷീയമായി മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ സ്വീകരിക്കാതെ ഇറാൻ മടങ്ങുകയാണെങ്കിൽ വീണ്ടും സങ്കീർണമാകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ അവർ തയ്യാറാണ്, ഇസ്രായേലും തയ്യാറാണ്. പക്ഷേ US-ന്റെ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ യുദ്ധവിരാമത്തിലേക്കോ നയിക്കുന്ന കരാറാകും ഒരു പക്ഷേ US പരമാവധി ശ്രമിക്കുക. അത് നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും US വീണ്ടും ആക്രമണത്തിന് ഒരു പക്ഷേ വീണ്ടും യുദ്ധത്തിലേക്ക് പോകുവാൻ നിർബന്ധിതരാകും.